10:54 10% ചാർജ്. നമുക്കപ്പോൾ നേരെ വീട്ടിലേക്ക് പോകാം. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പം നിങ്ങളെല്ലാം അടിച്ച് പൊളിച്ചിരിക്കാൻ വിശ്വസിക്കുന്നു. ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മുടെ പ്ലാൻ എന്താ വെച്ചാൽ അത്താഴക്കള്ളത്തിനെ പൊക്കുക എന്നുള്ളൊരു ടാസ്ക്കാണ്. പക്ഷേ നമ്മൾ കുഞ്ഞുവിനെ ഇന്ന് പൊക്കും. ഞാൻ എപ്പം വീട്ടിൽ ചെന്നാലും പറയാം എനിക്ക് നോമ്പുണ്ടാകുന്ന ഫുൾ ഭയങ്കര സംഭവമാണ്. അപ്പോൾ ഇന്ന് ഞാൻ നല്ലൊരു കേക്കിന് ഷോപ്പ് കയറിയിട്ട് ഒരു കേക്ക് വാങ്ങിയിട്ട് നമ്മളിന്ന് കൊണ്ടുപോകും. ഓക്കെ, അപ്പം എങ്ങനെയാണെന്നൊരു ക്യാമറ ഹൈഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ നോക്കാം അവൾ കേക്ക് കഴിക്കുമോ, അത് നോമ്പുണ്ടെന്ന് പറഞ്ഞ് നിൽക്കുമോ. കള്ളത്തിനാണ് എന്തായാലും അവൾ കേക്ക് കഴിക്കും. സോ ലെറ്റ്സ് ഗോ ആൻഡ് ബൈ സം ന്യൂ ഫ്രഷ് ടേസ്റ്റി കേക്ക്. ഞാൻ അന്ന് അൽഫിക്ക് വാങ്ങി കൊടുത്തു, നല്ല ടേസ്റ്റുള്ള കേക്ക് ഉണ്ടായിരുന്നു. സോ അത് നമ്മൾ പോയി വാങ്ങാം. ഓക്കെ, സോ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് എന്തോ ഭാഗത്തിന് വലിയ വെയിലൊന്നും ഇല്ല കേട്ടോ. ഞാൻ കണ്ടാൽ തന്നെ അത്യാവശ്യം ഒരു കൂൾ ആംബിയൻസ് കേട്ടോ അവിടെ. ഇങ്ങനെ കള്ളത്തിലൊക്കെ പൊളിക്കാൻ പോകുമ്പോൾ ഒരു പ്രത്യേകത രസമല്ലേ, അതിനൊരു വേറെ സുഖം കേട്ടോ. എനിവേ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ആൻഡ് ഫൈനലി നമ്മുടെ പ്ലേസ്. ഇത് രാവിലെ തുറക്കൂലേ ഗൈസ്, എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ. രാവിലെ തുറക്കൂലെങ്കിൽ നമ്മൾ പെട്ട്, അതാണ് അടുത്ത സീൻ. എനിവേ ഞാൻ പോയി നോക്കട്ടെ, എന്നിട്ട് ഏതെങ്കിലും നൈസ് കണ്ടാൽ കഴിക്കാൻ തോന്നുന്ന ഫ്ലേവറുള്ള ഏതെങ്കിലും അടിപൊളി ഒരു കേക്ക് വേണം. അത് കണ്ടാൽ അവൾ വീയും ഗൈസ്. ഇവിടെ കുറേ കേക്കുകളുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് ഇതുപോലത്തെ ഒരു സാധനം എടുത്ത് നമ്മളിപ്പോൾ സാധനം വാങ്ങി. ടോട്ടൽ 400 സംതിങ് ആയിട്ടാണ്, 490 ഇതാണ് സാധനം. ചെറുതാണ്. ഇത് അൽഫിൻ്റെ ഫേവറേറ്റ്, എൻ്റെ അൽഫിൻ്റെയും ഫേവറേറ്റ് ആണ്, അത് വേറെ കാര്യം. കേസ് അപ്പം നമ്മൾ എത്തിയിട്ട വീട്ടിൽ കേസ്. അപ്പം ഞാനങ്ങനെ വീട്ടിലെത്തി. ഞാൻ കേക്ക് കൊണ്ടുവന്ന സോഫൻ്റെ സൈഡിൽ വെച്ചിട്ടുണ്ട്. കുഞ്ഞിപ്പം എൻ്റെ കാറൊന്ന് ഓടിക്കട്ടെ പറഞ്ഞിട്ട് പോയതാണ്. അപ്പോൾ നമുക്ക് നോക്കാം കേസ്. അവൾ വന്നിട്ട് കേക്ക് എടുത്ത് ഞാനിങ്ങനെ ക്യാമറ എവിടെയെങ്കിലും ഹൈഡ് ചെയ്ത് വെക്കാം. നോക്കാം അവൾ അത്താഴക്കള്ളത്തിയാണോ അല്ലേ നമുക്ക് നോക്കാം. ഞാൻ ഇവിടെ വരുമ്പോൾ അവൾ എപ്പോഴും ഭയങ്കര ഫുൾ നോമ്പൊക്കെ നോക്കും. പക്ഷേ എനിക്കൊരു ഡൗട്ടുണ്ട് കേസ്, ഇടയ്ക്ക് അവൾ നോമ്പ് നോക്കാറുണ്ടോ ഇല്ലേ അത്. പിന്നെ എനിക്ക് ഇന്നലെ നോമ്പില്ലായിരുന്നു കേട്ടോ, ഉള്ള കാര്യം. ഇന്നലെ എനിക്ക് നോമ്പില്ലായിരുന്നു ഡ്യൂ ടു സം റീസൺസ്. പക്ഷേ ഇന്ന് എനിക്ക് നോമ്പുണ്ട്. അതെ, സോ നമുക്ക് നോക്കാം. ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് കുഞ്ഞൂസ് കള്ളത്തരങ്ങൾ. ഓക്കെ ഗൈസ്, അപ്പം കുഞ്ഞിൻ്റെ റൂമിലാണ് ലാസിനെ മീറ്റ് ചെയ്യാൻ വന്നതാണ്. സോ ഹിയർ ഈസ് അവർ ലാസിക്കുട്ടി. ഇതാണ് എന്നെ കണ്ട ഇവനിക്ക് ഭയങ്കര പ്രശ്നം കേട്ടോ. എടക്കുട്ടാ ഫോണാടാ, എന്തിനാ നീ പേടിക്കണേ? ഞാനല്ലേ, കാക്കല്ലേ? എന്നാ കൈയുണ്ടടാ. ബാബാ നമുക്ക് താത്തനെ പറ്റിക്കാം. ബാബാ അതെ, കൈയുണ്ട. വല്ലാത്തൊരു സാധനം ഇട്ട് പിടിച്ചിട്ട് കിട്ടണമല്ലോ കുരുട്ടിനെ. പാടമൊത്തേ അതിൻ്റെ ഫുഡ് എൻ്റെ കയ്യിലുണ്ട്. നിന്നെ വിറ്റ പൈസ എൻ്റെ കയ്യിലുണ്ടടാ. നീ ബാബാ ഫുഡ് കൊടുക്കുന്ന സാധനം അവിടെ ഉണ്ടായിരുന്നു. നിനക്ക് നോമ്പില്ലല്ലേ? ലാസിക്കപ്പം നോമ്പില്ലാന്ന് കൺഫേമായി. കഴിച്ചോ ഗൈസ്. അപ്പോൾ അവൾ വരുന്നുണ്ട്. സോ ഞാൻ എന്താക്കണ ക്യാമറ ഞാനിതാ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ വെക്കും. കണ്ട ഇങ്ങനെ ഈ ഒരു സെറ്റപ്പിൽ വെക്കും. സിമ്പിൾ. ഇത് ഓണാണോ ഓഫാണോ എന്ന് ഒരിക്കലും അറിയില്ല. അവളെ ക്യാമറ അവിടെ വേറെ ഉണ്ട് കേട്ടോ. അതിങ്ങനെ തന്നെ. അതുകൊണ്ട് ഈ വീട്ടിൽ പ്രാങ്ക് ചെയ്യാൻ എന്ത് സിമ്പിളാണ്. കാരണം നമുക്ക് എപ്പോഴും സിമ്പിളായിട്ട് ക്യാമറ വെക്കാൻ കഴിയും. ഇതൊക്കെ എന്താ, ഇതൊരു സാധനമാണ് മകളെ. ഇത് ഞങ്ങൾ അന്ന് വാങ്ങിയിട്ട് ഭയങ്കര ടേസ്റ്റുള്ള സാധനമായിരുന്നു. സ്പെഷ്യൽ. അങ്ങനെ ആക്കാൻ കഴിയില്ല. എൻ്റെ മുന്നമ്മതാ ഇങ്ങനെ ആക്കാൻ കഴിയില്ലല്ലോ. എന്തത് ഇത് ഞാൻ അന്ന് വാങ്ങിയപ്പോൾ എന്ത് ടേസ്റ്റായിരുന്നു. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ വാങ്ങി. അതിനല്ല ഞാൻ കുറച്ചാണ് ഇപ്പം ഉണ്ട്. ഐസ്ക്രീം അതാണ്. കേക്ക് ഇതങ്ങനല്ല. ഇതൊക്കെ അതെനിക്ക് ഷൂട്ടിന് ചിലപ്പോൾ ഇവിടെ നിന്ന് ഇടേണ്ടി വരും. കഴിച്ചാൽ വേറൊരു മൂഡ് ടേസ്റ്റ് ആയിരിക്കും. എങ്ങനെയുണ്ട്? കിളി പോയോ? നമുക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല? ഒന്നൊരു ഫുള്ളായിട്ട് കഴിക്ക്. ഞാൻ കഴിച്ചിട്ട് അന്ന് ഭയങ്കര സംഭവമായിരുന്നു എനിക്ക്.
ഇല്ലല്ലോ നോമ്പില്ലല്ലേ? തിന്നാൻ പോകുമ്പോഴാണ് നീ വന്നേ. അതെന്താ എനിക്കൊന്നും ഫീൽ ചെയ്തിട്ട്? എനിക്കൊരു പ്രത്യേക ഒരു മാംഗോൻ്റെ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. എന്തോ ക്രീം അടിച്ചിട്ടിട്ട് എന്താ പട്ടി സാധനെ ജന്തു പട്ടി നോമ്പ് എന്ത് ഉളുപ്പുണ്ടോ? റമളാ മാസം ഇങ്ങനൊക്കെ ചെയ്യാൻ പറ്റുമോ ചുവളെ? തിന്നണം. ഇനി ഇത് കഴിച്ചോ നല്ല ടേസ്റ്റ്. എൻ്റെ വല്യമ്മച്ചിനെ പോലെ ഉണ്ട് കേസ്. അപ്പം അങ്ങനെ നമ്മൾ വന്ന മിഷൻ സക്സസ് ആയി. എൻ്റെ 500 രൂപ പോയി. പക്ഷെ ഇവൾക്കത് ഇഷ്ടപ്പെട്ടില്ല. പറയല്ലേ, എൻ്റെ ഫേവറേറ്റ് കേക്കാണ് കേട്ടോ. ഞാൻ നോർമലി പറഞ്ഞു ഇവൾക്ക് ആ ഒരു സെൻസ് ഇല്ല. നീ എന്തായാലും അത് ഫ്രിഡ്ജിൽ വെച്ച് ചിലപ്പം തണുപ്പ് പോയതുകൊണ്ടായിരിക്കും. തണുപ്പ് പോയതുകൊണ്ട് സംഭവം എന്തായാലോ കള്ളത്തരം പൊളിഞ്ഞു പോയതുകൊണ്ട്. അതല്ല ഞാൻ എനിക്ക് സുഖമില്ല. അല്ല, ഇന്നലെ എനിക്ക് നോമ്പില്ലായിരുന്നു ഡ്യൂ ടു സം റീസൺ. നല്ല തീറ്റായിരുന്നു ഞാൻ നോക്കിയിരുന്നു. അതെ, സുഖമില്ലായിട്ടാണ് നീ നോമ്പ് പിടിക്കാത്ത, മനസ്സിലായില്ലേ? അതല്ല, ഞാൻ ടേസ്റ്റ് ഇല്ലാന്ന് അപ്പളേ പറഞ്ഞല്ലോ. ആണോ? കുഴപ്പമില്ല കേസ്, നമുക്ക് എന്തായാലും അടുത്ത പരിപാടിക്ക് പോവാം. പിന്നെ കൊല്ലാൻ കൊണ്ടാണ് എടി വല്ലപ്പാട്. ഗീറൊക്കെ മാറ്റി. നീ പഠിച്ച ഡ്രൈവിംഗ് ഒക്കെ അങ്ങനെ പറയാ. വേറെ വണ്ടി വന്ന് അല്ല പഠിച്ചാനെ കോംപ്ലിക്കേഷൻസ്. എനിക്കറിയില്ല. അങ്ങോട്ട് കയറ്റി അവർക്ക് മനസ്സിലായി നിനക്ക് ഡ്രൈവിംഗ് അറിയില്ല. ഇത് മൊത്തം ലോക്കാക്കും തോന്നുന്നു. നീ ഇങ്ങനെ അങ്ങോട്ട് കയറ്റി കൊടുക്ക് ചെറുതായിട്ട്. ഞാൻ ലെഫ്റ്റ് നോക്കിയോളാം. നീ ലെഫ്റ്റ് ഒന്നൂടി ഒതുക്കുക. ഓക്കെ ഇനി കുറച്ചും കൂടെ തട്ടും ചെറുതായിട്ട് തട്ടേനെ. ഇല്ല അവിടെ പോലും വന്നിട്ട് മൊത്തം ഇല്ല. അവരങ്ങനെ അങ്ങോട്ട് കയറ്റിക്കോളൂ. അവർക്ക് മനസ്സിലായി ഇത് നടപടി ആവില്ല. അപ്പൊ അവര് റിവേഴ്സ് എടുത്ത് പ്രോ ഡ്രൈവർ ആയില്ല പഠിച്ചോനെ. എന്താണ് ഈ കാണുന്നത് ഞാൻ ഗൈസ്. അപ്പം ഞങ്ങള് മീൻ വാങ്ങാൻ വന്നായിരുന്നു. മീൻ വാങ്ങി അപ്പോൾ എനിക്കൊരു ഗൂഗിൾ മീറ്റ് ഉണ്ടായിരുന്നു. ഞാൻ അതിലായിപ്പോയി. കുഞ്ഞുകൂടെ വളച്ചും തിരിച്ചാൽ കുറെ കഷ്ടപ്പെടുന്നുണ്ട്. കാരണം ഈ റോട്ടിലെ കയറി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഇപ്പൊ ഓട്ടോക്കാരെടുക്കും. എടുത്തവൻ. അപ്പൊ ഞാൻ എന്തായാലും പെട്രോൾ അടിക്കട്ടെ. ഇതിപ്പോ വണ്ടി നിന്ന് പോകും. ഇനി ഞാൻ തള്ളേണ്ടി വരും. ഞാൻ പോയിട്ടൊന്ന് പെട്രോൾ സെറ്റ് ചെയ്യട്ടെ. ഓക്കെ ഗൈസ്, അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം ഞാൻ ഇതാക്കണ അത്തായക്കളത്തിൻ്റെ ഇപ്പം ഏതൊരു ടി വിയും കണ്ടിരിക്കുകയാണ്. പിന്നെ ഈ സാധനങ്ങളൊക്കെ തൊഴിഞ്ഞു തുടങ്ങിയിട്ട് ഞങ്ങളെ അത് നോക്കിയാൽ അവിടെ നിന്നുള്ള സാധനങ്ങളൊക്കെ കണ്ടില്ലേ തൊഴിഞ്ഞു തുടങ്ങി. നമ്മൾ അക്യൂറത്തിന് ഈ ടേക്ക് കെയർ ചെയ്യാറില്ലേ? പടച്ചോനെ, ഇതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. അതൊക്കെ കഷ്ടപ്പെട്ട് ഒട്ടിച്ചതാ. അപ്രീഷിയേറ്റ് ദാറ്റ്. ഐ റിയലി അപ്രീഷിയേറ്റ്. ലൈറ്റ് ഞാൻ അന്നിട്ടപ്പം കത്തിപ്പോയതായിരുന്നു. അത് നോക്കിയിട്ട് കാര്യമില്ല. ഇപ്പോൾ ഇവിടെ വരുമ്പോഴാണ് ടി വി ഇത്രയും വലിപ്പമുള്ള. ഞാൻ എപ്പോഴും പറയും. കാരണം അവിടെ നിന്ന് ടി വി കാണുമ്പോൾ ചെറുതായതുകൊണ്ട് നമുക്ക് ഇവിടെ വരുമ്പോൾ എന്തോ വലിയ സംഭവമായിട്ട് നമുക്ക് ഫീലിംഗ് കേസ്. സോ എത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ കാണാം. ബൈ.